ബി.ജെ.പി വിട്ട് പുതിയ പാർട്ടി തുടങ്ങുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കെ ഡൽഹിയിലെത്തി തമിഴ്നാട് ബി.ജെ.പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ. ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനുമായി നാളെ കൂടിക്കാഴ്ച നടത്തും. ഈ ആഴ്ച പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന ചർച്ചകൾ അണ്ണാമലൈ അനുകൂലികൾ സോഷ്യൽ മീഡിയയിൽ സജീവമാക്കിയിട്ടുണ്ട്. എന്നാൽ ബി.ജെ.പിയിലെ മുതിർന്ന നേതാക്കൾ ഇക്കാര്യം നിഷേധിച്ചു. ദേശീയ തലത്തിൽ പ്രധാനപ്പെട്ട ചുമതലകൾ അദ്ദേഹത്തിന് നൽകാൻ സാധ്യതയുണ്ടെന്ന് ബി.ജെ.പി നേതാക്കൾ പറയും. ബി.ജെ.പി നേതൃത്വവുമായി അണ്ണാമലയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന് കുറച്ചുനാളായി പ്രചാരണമുണ്ട്. അണ്ണാമലയുടെ ജന്മദിനത്തിന് മുന്നോടിയായി കോയമ്പത്തൂർ നഗരത്തിലെ പ്രധാന റോഡുകളിലും തെരുവുകളിലുമെല്ലാം അനുയായികളുടെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ അഭ്യൂഹം ശക്തമായി. സാമൂഹ്യ മാധ്യമങ്ങളിലും അനുയായികൾ ഇത് സംബന്ധിച്ച ചർച്ചകൾ സജീവമാക്കി. തമിഴ്നാട്ടിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി കൂടി വരുന്നുണ്ടെന്ന് കോൺഗ്രസ് എം.പി. കാർത്തി ചിദംബരം നേരത്തെ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. മക്കൾ ശക്തി പ്രസ്ഥാനം എന്നായിരിക്കും പാർട്ടിയുടെ പേരെന്നും അദ്ദേഹം കുറിച്ചു. ഇതോടുകൂടി അണ്ണാമലയെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾക്ക് ചൂടുപിടിച്ചു. ഡൽഹിയിലേക്ക് പോകാനായി വിമാനത്താവളത്തിലെത്തിയ അണ്ണാമലയോട് പാർട്ടി വിടുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ കാത്തിരിക്കൂ, 2 ദിവസത്തിനുള്ളിൽ സംസാരിക്കാമെന്നായിരുന്നു പ്രതികരണം. അതേസമയം അണ്ണാമലൈ പാർട്ടി വിടുമെന്ന വാർത്തകൾ മുതിർന്ന ബി.ജെ.പി നേതാക്കൾ നിഷേധിച്ചു. അണ്ണാമലൈ പുതിയ പാർട്ടി രൂപീകരിക്കാൻ പദ്ധതിയിടുന്നതായി തങ്ങൾക്ക് അറിവില്ലെന്നും ദേശീയ തലത്തിൽ പ്രധാനപ്പെട്ട ചുമതലകൾ അദ്ദേഹത്തിന് നൽകാൻ സാധ്യതയുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. മുതിർന്ന IPS ഉദ്യോഗസ്ഥനായ അണ്ണാമലൈ 2020 ബി.ജെ.പിയിൽ ചേർന്നത്. 2021 മുതൽ 25 വരെ പാർട്ടിയുടെ തമിഴ്നാട് അധ്യക്ഷനായിരുന്നു. തമിഴ്നാട്ടിൽ യുവതലമുറയിലടക്കം നല്ലൊരു സ്വാധീനമുണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AADMKയുമായുള്ള സഖ്യം വീണ്ടും പുതുക്കാനുള്ള ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം അണ്ണാമലയെ അതൃപ്തനാക്കിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ ത്രിഭാഷാ നയത്തിനെ വിമർശിച്ചതോടെ ബി.ജെ.പിയുമായി അദ്ദേഹം അകന്നു എന്ന വാർത്തകളും ശക്തമായി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.